ഇത് ഔഷധ ചേനയാണ്. നമ്മൾ ഇന്നിടുന്ന വീഡിയോ ഔഷധ ചേനയാണ്. ഈ ഔഷധ ചേന പലർക്കും അറിയാം. വൈദ്യന്മാർ തൊലി ചെത്തയാണ്. തൊലിയൊക്കെ ചെത്തി അവിക്കാൻ കണക്കിനുള്ള സൈസിന് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതിൽ ദ്രവം ഒഴിക്കണം. ദ്രവം കൂടി കാണുന്നതല്ല. ഈ ദ്രവം ഒഴിച്ച് അവിക്കുമ്പോഴത്തേക്ക് ഈ കാർബൺ ഓക്സൈഡ് എന്ന് പറയുന്ന സാധനം നശിച്ചു പോകും. കാർബൺ ഓക്സൈഡ് എന്ന് പറയുന്ന സാധനം നശിക്കും. അതിനാണ് ഈ ദ്രവം ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ദ്രവം ഉണ്ടാക്കാൻ ഇതൊരു പാടാണ്. പാടുപെട്ടാലേ അതും അമൃതാക്കി എടുക്കാൻ പറ്റും. ഇനി ഒരു ചട്ട എടുത്തുണ്ട് ഇളക്കി. ഇളക്കി എല്ലായിടത്തും വ്യാപിപ്പിക്കുകയാണ്. ഈ എല്ലാ സ്ഥലത്തും പിടിക്കാൻ, അടിയിലും എല്ലായിടവും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇളക്കി. ഇനി ഇതിനെ അടുപ്പി വയ്ക്കുകയാണ്. അടുപ്പി വെച്ച് വേവിക്കുന്നു. മതി. ദ്രവമൊഴിച്ച് അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഇത് തിളയ്ക്കണം. വെന്ത് തിളയ്ക്കുമ്പോഴത്തേക്ക് ഇതിനെ ഇറക്കി വെച്ചിട്ട് പിന്നെ അടുത്ത ദ്രവത്തിലാണ് വേവിക്കുന്നത്. അതോടെ ഇതിൻ്റെ അകത്തിരിക്കുന്ന കാർബൺ ഓക്സൈഡ് എന്ന് പറയുന്ന ആ ചൊറിയുന്ന ഒരു സാധനം പുറത്തു പോയി കഴിയും. പിന്നെ ഇത് അമൃതായി കഴിയുകയാണ്. അത് ആളുകൾക്ക് കഴിക്കാമെന്നുള്ളതാണ്. രോഗങ്ങളുള്ളവർക്ക്
ഈയും കൂടി ചേർത്ത് മരുന്ന് കൊടുത്താൽ ആ രോഗം മാറിപ്പോകും. ഇത് മുമ്പ് ഇത് ഔഷധച്ചേന ശുദ്ധി ചെയ്തത് നേരത്തെ ഒരു ദ്രവത്തിലിട്ട് ശുദ്ധി ചെയ്ത് അടുത്ത ദ്രവം ഉണ്ടാക്കാൻ താമസിച്ചതുകൊണ്ട് ശുദ്ധി താമസിച്ചു. ഇപ്പോൾ അടുത്ത ദ്രവം ചെയ്തെടുത്ത് ആ ദ്രവത്തിലിട്ട് ഇതിനെ ശുദ്ധി ചെയ്യണം. ഇതിനെ ശുദ്ധി ചെയ്യുന്നത് അർസസ് എന്നും പൈൽസ് എന്നും പറയുന്ന രോഗത്തിനാണ് ഈ ഔഷധച്ചേന ശുദ്ധി ചെയ്തെടുക്കുന്നത്. ഈ ഇപ്പോഴത്തെ ദ്രവത്തിലെ ശുദ്ധിയോടും കൂടി ഈ ഔഷധച്ചേനയിലുള്ള കാർബറ്റോക്സൈഡ് എന്ന് പറയുന്ന ആ കണ്ടൻസിൻ്റെ അളവ് കംപ്ലീറ്റ് പൂർണ്ണമായും നശിച്ചു പോകും. ഇനി ഇത് ഔഷധമായി മാറും. അടുത്തത് എടുക്കുന്നത് ഔഷധത്തിനും പിന്നെ നമുക്ക് വെറുതെ വേണമെങ്കിൽ വെറുതെ കഴിക്കാം, ഇല്ല ഔഷധത്തോടും കൂടി വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇതിലടങ്ങിയിരിക്കുന്ന കാർബറ്റോക്സൈഡ് എന്ന് പറയുന്ന സാധനം ശുദ്ധി ചെയ്ത് കംപ്ലീറ്റ് കളയാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഇതിനെ ഇപ്പോൾ ആരും ഔഷധത്തിന് എടുക്കുന്നില്ല. അടുത്ത ദ്രവം ഒഴിക്കുകയാണ്. ഈ ദ്രവത്തിൽ വെന്തെടുക്കുന്നതോടും കൂടി ഔഷധച്ചേന ശുദ്ധിയാവും. കാർബറ്റോക്സൈഡ് എന്ന് പറയുന്ന കണ്ടന്റും ഇതിൽ നിന്ന് മാറിക്കിട്ടും. നമ്മളെ ഔഷധച്ചേന വെന്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദ്രവത്തിൽ അവിക്കുന്നതോടും കൂടി കാർബറ്റോക്സൈഡ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഇതിലടങ്ങിയിട്ടുണ്ട്. അതാണ് ചൊറിച്ചിലുണ്ടാക്കുന്നത്. ഇപ്പം ഇത് അമൃതമായി കഴിഞ്ഞു. അതുകൊണ്ടല്ല ഇത് ഔഷധച്ചേന അമൃതമായി കിടക്കുകയാണ്. ഇനി നാളെ ഇതിനെ വെള്ളത്തിൽ നൂറ്റി ഉണക്കിയെടുക്കുന്നതായിരിക്കും. പിന്നെ ഇത് ഔഷധത്തിലേക്കും പോവും, വെറുതെയും നമുക്ക് തിന്നാം. ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. അമൃതിൻ്റെ ശരിക്കും സ്വഭാവമായി കഴിഞ്ഞു.